Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. Bomb star, one and only ധ്യാൻ ശ്രീനിവാസൻ. നമ്മുടെ ധ്യാൻ ചേട്ടൻ. സ്നേഹമുള്ളവരൊക്കെ ധ്യാൻ ചേട്ടൻ എന്നാ അത്ര വിളിക്കുക. അത്ര വലിയ സ്നേഹമൊന്നുമില്ല, അതുകൊണ്ട് ബോംബ് സ്റ്റാർ മതി. സോ വിഷുവിന് അണ്ണൻ OTT ഒരു ആട്ടം ബോംബ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നാണ് അത് കണ്ടത്. സോ നിങ്ങൾ വിഷുവിന് പടക്കമൊക്കെ പൊട്ടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം കണ്ടാൽ മതി, ബോംബ് പൊട്ടിയ ഫീല് കിട്ടും. അമേരിക്ക പോലും ഇത്രയും ബോംബ് ഇടുന്നില്ലല്ലോ ധ്യാൻ അണ്ണ. നിങ്ങൾക്ക് മാത്രം എന്ത് ബോംബിനോട് ഇത്ര പ്രേമം? സോ വൺ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, രമേശ് പിഷാരടി. ഈ പടം എനിക്ക് തോന്നുന്നു ഇലക്ഷന് മുന്നേ OTT വന്നിട്ടുണ്ടായിരുന്നതിൽ പിഷാരടിക്ക് കിട്ടേണ്ട വോട്ട് പോലും പോയിട്ടുണ്ട്. പിന്നെ വേറൊരു ചേച്ചി ഉണ്ടല്ലോ, താമരയാണ് ചക്ക, ചക്കയാണ് താമര, ചക്കയെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കണം പറഞ്ഞ് നടക്കണ ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയൊക്കെ ഉണ്ട്. വിക്രം സിനിമയിൽ പോലും ഇത്രയും ക്യാമിയോസ് ഞാൻ കണ്ടിട്ടില്ല. അത്രയും കിടു ക്യാമിയോസ് ആണ്. കുറെ കാമപ്രാന്തന്മാർക്ക് വെള്ളം അടിക്കാനും കഞ്ചാവ് വലിക്കാനും പെണ്ണ് പിടിക്കാനും ഒരു പടം എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ആപ്പ് കൈസേഹോ. കണ്ട നല്ല ആപ്പ് വെച്ചിരും. സോ ഇത് OTT പ്ലാറ്റ്ഫോം മാത്രം നോക്കിയാൽ മതി. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സിനിമയുടെ നിലവാരം പറയണ്ടല്ലോ. അയ്യോ, ഒരു പന്ന പരട്ടപ്പടം. സീരിയസ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനിബഡി. പക്ഷെ ഇതൊക്കെ ഒരു സിനിമയാണോ? എന്താണ് ഈ സിനിമയിലുള്ള കഥ? അതൊന്ന് പറഞ്ഞു തരും ആരെങ്കിലും. കുറെ എണ്ണത്തിന് ഈ സിനിമ തുടങ്ങുന്ന ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ കുറെ ഈ മറ്റേ കാമപ്രാന്തന്മാരെ കാണിക്കുന്നത്. ഈ പെണ്ണുങ്ങളെ കാണുമ്പോ എന്തോ ഈ ഏലിയനെ കാണുന്ന പോലെ വെള്ളം ഇറക്കി നടക്കണ കുറെ എണ്ണം. ഒരു പെണ്ണും പിള്ള ഈ മറ്റേ ഏതൊരു സ്വിമ്മിംഗ് പൂളിൽ നട്ടുച്ചയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അത് കണ്ടിട്ട് രണ്ട് അലവലാദികൾ ഇരുന്ന് ഒലിപ്പിക്കുകയാണ്. ആ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ സിനിമ കാണാനുള്ള സകല മൂടുമ്പോൾ ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച കാമപ്രാന്തന്മാരുണ്ടോ അവിടെ? അല്ല അറിയാൻ ചോദിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് കുറെ വെള്ളാട്ടി, കുറെ കഞ്ചാവ് വലി, അങ്ങനെ ഒരു വൃത്തികെട്ട പടം. ആൻഡ് ഇതിലൊക്കെ അജു വർഗീസും അതേപോലെ തന്നെ രമേശ് പിഷാരടിയും സൈജു കുറുപ്പൊക്കെ എന്ത് കണ്ടിട്ടാണ് കയറി അഭിനയിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെയാണോ നിങ്ങളുടെയൊക്കെ നിലവാരം? ധ്യാൻ ശ്രീനിവാസന്റെ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നു ഡെഫിനറ്റ്ലി. പക്ഷെ നിങ്ങളുടെയെന്നോ? ആൻഡ് റീസെന്റ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഡയറക്ടേഴ്സിന് എന്നെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയൊക്കെ ചെയ്യണതെന്ന്. അണ്ണാ, ഈ ഡയറക്ടർമാരുടെ അടുത്ത് കാണിക്കുന്ന നന്ദിയുടെ ഒരു 10% അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു 10% സാധാരണ ഓഡിയൻസിനോട് കാണിക്കുക. അവരാണ് കാശ് മുടക്കി പടം കാണുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ധ്യാൻ ശ്രീനിവാസനായാലും ഡയറക്ടേഴ്സിനായാലും ഈ സ്മോൾ ടെക്നീഷ്യനായാലും പൈസ കിട്ടുന്നുണ്ട്. നാട്ടുകാർ 10ഉം 200 കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് കൊണ്ടേ കളയുന്നത്. ആ നന്ദി നാട്ടുകാരെ അടുത്താ കാണിക്കേണ്ടത്. അല്ലാതെ ധ്യാൻ ശ്രീനിവാസന്റെ പടം തിയേറ്ററിൽ പോയി കണ്ടു അല്ലെങ്കിൽ OTT കണ്ടു പറഞ്ഞിട്ട് ഇജാതി അപരാധം കണ്ടുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് അരിയൊന്നും ഫ്രീ തരില്ല. എന്നിട്ട് എന്താ കമ്മിറ്റ്മെന്റിന്റെ കാര്യം, നന്ദിയുടെ കാര്യം പറയുന്നു. കുറച്ചൊക്കെ നന്ദി നാട്ടുകാരവിടെ വേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ബോംബിനെ സ്നേഹിക്കുന്ന ആള് എനിക്ക് DRDOക്ക് പോലും ഇത്രയും സ്നേഹം ഉണ്ടാവില്ല ബോംബിനോട്. ആൻഡ് ക്യാമിയോസ്, സൈജു കുറുപ്പുണ്ട് ഇതില്. എന്തിന് അണ്ണ നിങ്ങളൊക്കെ ഇത്ര അതപ്പതിച്ചു പോയോ? തൻവിയൊക്കെ ഇജാതി ചാണക്കുഴി വന്ന് ചാടുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. തൻവിക്ക് കൊടുത്ത ക്യാരക്ടറെ കണ്ട ചിരിക്കും. ഈ കൊച്ചനെയാണോ മറ്റേ തെലുങ്കിൽ പോയിട്ട് പറഞ്ഞ പടമൊക്കെ ചെയ്തിരിക്കുന്നത്? പിന്നെ ഏറ്റവും അവസാനം ഒരു സൂപ്പർ ക്യാമിയോ വരുന്നുണ്ട്. ഈ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് ഭാര്യമാരറിയാതെ നിങ്ങൾ ചെയ്ത കാര്യം എന്താണ് എന്നിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കില്ലേ. വീണ സേസി ആളാണ് ധ്യാൻ ശ്രീനിവാസന്റെ പേരായിട്ട് വരുന്നത്. അതിന്റെ ഇടയിൽ ഏതൊക്കെയോ 1-2 വൃത്തികെട്ട പാട്ടുണ്ട്. അല്ലാതെ ഈ സിനിമയിൽ ഒന്നുമില്ല. സിനിമ 2 മണിക്കൂർ എന്തോ ഉള്ളൂ ഡ്യൂറേഷൻ. ഞാൻ 15 മിനിറ്റ് കണ്ടപ്പോ കിടന്നുറങ്ങി. ആൻഡ് സോഷ്യൽ മീഡിയ എന്നൊക്കെ കുറെ എണ്ണത്തിന് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിലേക്ക്. എനിക്ക് മനസ്സിലാവത്ത് ഇവരൊക്കെ പൈസ അങ്ങോട്ട് കൊടുത്ത് അഭിനയിക്കണം. അജാതി ഊച്ചാളി അഭിനയമാണ്. ഒരു സൈഡില് സോഷ്യൽ മീഡിയയിലെ ടാലന്റിനെ പ്രോപ്പർ ആയിട്ട് സ്കൗട്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റേ ആ ടീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാഴ, ദിസ് മൂവി ഹാസ് ക്രോസ്ഡ് ഓൾമോസ്റ്റ് 200 crore. അറ്റ് ദ സെയിം ടൈം ഒരു ലോഡ് നിർഗുണന്മാരെ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് അവരെന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അഭിനയിക്കണം. അങ്ങനത്തെ ഒരു സൈഡിൽ കാണാം. പേക്കൂത്താണ് ലിറ്ററലി ഈ പടത്തിൽ. ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് കാണിക്കുന്നത് ലിറ്ററലി പേക്കൂത്താണ്. ഇതിലും നന്നായിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കും. ഈ മറ്റേ നട്ടപ്പൊരി വെയിലത്ത് ഒരു റോള് തരോ കൊണ്ട് കെഞ്ചി കാല് പിടിച്ച് കുറെ എണ്ണം നടക്കുന്നുണ്ട്. അവര് അഭിനയിക്കും. ബിക്കോസ് ദേ ഹാവ് ദ ടാലന്റ്. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുറെ ഗിമ്മിക്സും കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ നേരെ സിനിമയിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഇനിയിപ്പോ അവര് പ്രൊഡക്ഷന്റെ ഭാഗമാണ് അല്ല, എനിക്ക് അറിയില്ല. ആൾക്കാരെ കിട്ടായിട്ടൊന്നും അല്ലല്ലോ ഇവരെ പിടിച്ച് കാസ്റ്റ് ചെയ്യുന്നത്. ഷിറ്റ്, ഡെഫിനറ്റ്ലി ദിസ് മൂവി ഇസ് എ ഷിറ്റ്. അത്രേ പറയാനുള്ളൂ. ആപ്പ് കൈസേ ഹോ. അത്ര പടമാണ്, ഇത്ര സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നത്.
വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് പറയാൻ ദിസ് ഇസ് ആറ്റം. ധ്യാൻ ശ്രീനിവാസന്റെ ഈ അടുത്ത കാലത്ത് കണ്ട പടങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട പടമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതാരും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയണമൊന്നുമല്ല. OTT സബ്സ്ക്രിപ്ഷൻ എന്റെ തന്തയൊന്നല്ല അവിടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ ഇരിക്കുന്നത്. എന്നാ മോനെ പിടിച്ചോ, നീ ഈ സിനിമ ഫ്രീ കണ്ടോ എന്ന് കാശ് കൊടുത്തിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോ സങ്കടമുണ്ട്, സമയം എന്റെയാണ് പോകുന്നത്. എന്റെ അടുത്ത് കുറെ പേര് പറയണേ ഞാൻ കേട്ടു, നിനക്ക് ഒരു പണിയില്ലല്ലോ, ഏത് നേരം ഇത് സിനിമ കാണുക. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. എനിക്ക് എന്തൊക്കെ പണിയുണ്ട്, എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടില്ല, അത് എനിക്കേ അറിയുള്ളൂ. അപ്പൊ ഞാൻ സിനിമ കാണാൻ സമയം കണ്ടെത്തേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പറയും. അതിപ്പോ ആരെന്തൊക്കെ വന്ന് തെറി വിളിച്ചാൽ ഐ ഡോണ്ട് കെയർ എ ഫ്രീക്ക്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ആപ്പ് കൈസ ഹോ ഈ സ്ട്രീമിംഗ് ഓൺ ചൈന പ്ലേ ആസ് വെൽ ആസ് മനോരമ മാക്സ്. ട്രൈ ഇറ്റ് ഔട്ട്.